കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. അവിടുത്തെ ദയയ്ക്കും കരുണയ്ക്കും വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എന്നും നമുക്കിടയാവണം. നമ്മുടെ താഴ്ചയും നമ്മെ ഓർത്താൻ, നമ്മുടെ വൈരിയുടെ നമ്മെ വിടുവിച്ച സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ ഇന്ന് പ്രഭാതത്തിലും നമുക്കിടയാവും. എന്നേക്കുമുള്ള അവിടുത്തെ ദയ നിരന്തരമാണ്. 1000 തലമുറയോളം ദയയും കരുണയും കാണിക്കുന്ന ദൈവം. സ്തോത്രം. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. സഹോദരങ്ങളെ, മറ്റാർക്കും കരുണ തോന്നിയില്ലെങ്കിൽ, ദയ തോന്നിയില്ലെങ്കിൽ നമ്മൾ ഭാരപ്പെടേണ്ട. ദൈവം നമ്മളോട് കരുണ, ദൈവത്തിൻ്റെ ഫേവർ നമ്മുടെ മേൽ വെളിപ്പെടാൻ, ആ പ്രസാദം നമ്മുടെ മേൽ ഉണ്ടാകാൻ മാത്രമാണ് പ്രാർത്ഥിച്ചത്. അവരുടെ പ്രസാദം ജീവപര്യന്തമുള്ളതാണ്. അതിനുവേണ്ടി ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ആത്മാവിൽ ശക്തിയോടെ ഒരുങ്ങാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ നിരാശ കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റും. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഉറയ്ക്കും, അല്ലെങ്കിൽ ചഞ്ചലിക്കും. ഇതാണ് ചെങ്കണ്ട മുമ്പിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞാറുള്ള പാട, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കും. അവർ ഹൃദയം ചഞ്ചലിച്ചു, അവർ നിലവിളിച്ചു. കാരണം ഇറക്കിയ ഒരു ദൈവം ആരാന്ന് അവരങ്ങ് മറന്നുപോയി. ഇറക്കിയ ദൈവം എന്ത് പർപ്പസിന് വേണ്ടി അവരെ കൊണ്ടുവന്നേ? എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനല്ലേ, ചെങ്കടലിൽ മുക്കാൻ വേണ്ടിയാണ്. ഇവരത് മറന്നുപോയി. പ്രതിസന്ധി കാണുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവശബ്ദം എല്ലാം മറക്കും. ഇതാ സംഭവിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ബലപ്പെടും, പക്ഷേ അടുത്ത മിനിറ്റ് ആമേൻ പറഞ്ഞ് എഴുന്നേറ്റ് പുറത്ത് വരുമ്പോഴാണ് പല പ്രശ്നങ്ങളും ശബ്ദങ്ങളും കേൾക്കുമ്പോൾ ദൈവശബ്ദം മറക്കുന്നു. നമ്മുടെ മനസ്സ് ചാഞ്ചാടുന്നു, കലങ്ങുന്നു, കുലുങ്ങുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. ദൈവം നൽകുന്ന രക്ഷ കാണാൻ പോകും. ഉറക്കണം. മനസ്സാദ്യം ഉറച്ചെങ്കിലേ. യഹോവയിൽ പ്രത്യാശയുള്ള ഇവരുമേ ധൈര്യപ്പെട്ടിരിക്കുന്ന ധൈര്യം നമ്മുടെ അകത്ത് വരണം. എൻ്റെ ദൈവം ആരാന്നും, എന്നെ വിളിച്ചവൻ പകുതി വഴിക്കിട്ടേച്ച് പോകത്തില്ലെന്നും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. ഒക്കെ ഒരു പ്രഖ്യാപനം നമ്മുടെ അകത്ത് ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കുമെങ്കിൽ, അത് ക്രിയ ചെയ്യുമെങ്കിൽ ഒരു ശക്തിക്ക് നമ്മളെ ജയിക്കാൻ പറ്റില്ല. സഹോദരൻ, ധൈര്യത്തോടെ ഇന്നും പറയണം, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുന്നവനെ സംബന്ധിച്ച് കണ്ണടച്ചല്ലേ മുമ്പോട്ട് പോകുന്നത്. കരുതുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, ഉളവാക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന അകത്തൊരു ബോധ്യമുണ്ടാകും. അതാണ് വിശ്വാസ ജീവിതം. അബ്രാഹാമിനെ ദൈവം വിളിച്ച അങ്ങനല്ലേ മുമ്പോട്ട് പോകാൻ പറഞ്ഞു. ഒന്നും ചോദ്യം ചെയ്യാതെ മുമ്പോട്ട് പോയല്ലേ. ദൈവം എന്തെങ്കിലും കുറവ് വരുത്തിയോ? ബഹുസമ്പന്നനാക്കി. എല്ലാ മേഖലകളിലും തന്നെ ദൈവം ശക്തീകരിച്ചില്ലേ, വിശ്വാസിയുടെ പിതാവാക്കി മാറ്റി. അതാണ് വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുക്കുന്നവൻ ഒരു കാലഘട്ടത്തിലും പരാജയപ്പെടുത്തും. നമ്മുടെ അകത്ത് ആ വിശ്വാസം കയറുന്നു. ലോകത്തിൻ്റെ ചിന്തകൾ, നാളുകളുടെ വിഷയങ്ങൾ ഇത് നമ്മളെ വല്ലാതെ വലയ്ക്കുമ്പോൾ ദൈവശബ്ദം നമ്മൾ ഏറ്റെടുക്കത്തില്ല. മനുഷ്യനെ മറ്റു പലർ പറയുന്ന വാക്കുകൾ കേട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വേദന വരുന്നു, സംശയങ്ങൾ വരുന്നു. ഇനിയും ഒരു ദൈവപ്രവൃത്തിക്ക് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ഇന്നലെ ഇറങ്ങി വന്ന ദൈവം, ഇന്നലെ പ്രവർത്തിച്ച ദൈവം എവിടെ പോയി? ആ ദൈവം എന്ത്? സമുദ്രത്തിനകത്ത് കുതിരകളെ പോലെ തൻ്റെ ജനത്തെ നടക്കുമാറാക്കിയ ഒരു ദൈവം ഉണ്ടായിരുന്നു. അതായത് ചോദിച്ച ആ ദൈവത്തിൻ്റെ കാര്യം കുറുതായി പോയിട്ടില്ല പ്രിയരേ. ആ ദൈവത്തിൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. നമ്മുടെ അവിശ്വാസങ്ങളും അവിശ്വസ്തതകളും എല്ലാം ഇന്ന് പ്രഭാതത്തിലൊന്ന് മാറ്റിവെച്ചിട്ട് പറ, ദൈവമേ അങ്ങയ്ക്ക് കഴിയും. അങ്ങയുടെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അങ്ങയുടെ പ്രവൃത്തികളെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല.
ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ അത്ഭുതങ്ങൾ ഇന്ന് പകലിലും സംഭവിക്കും. ദൈവപ്രവർത്തിക്ക് ഒരു സമയവും പ്രശ്നമല്ല, ഒരു സാഹചര്യവും പ്രശ്നമല്ല. കാലം കഴിഞ്ഞെന്നുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാകട്ടെ. വളരെ സുപരിതമായൊരു വാക്യം, 137 ഒന്നാം വാക്യം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ജനം പ്രവാസത്തിലാണ്. ഇവർ നദിയുടെ തീരത്തിരുന്ന് കരയുകയാണ്. നദിയിലെ ശബ്ദം, ആ കരച്ചില് പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയാതെ വണ്ണം ഒതുക്കപ്പെടുകയാണ്. ഇവർ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. കാരണം സിയോനെ ഓർത്തു. അവിടുത്തെ സന്തോഷം, സമാധാനം, സ്വസ്ഥത ഓർത്തു. മുൻകാലങ്ങളിൽ അനുഭവിച്ച സ്വസ്ഥത നഷ്ടപ്പെട്ട, സമാധാനം നഷ്ടപ്പെട്ട, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട, ബലം നഷ്ടപ്പെട്ട പ്രവാസ അടിമത്താണല്ലോ. മുഖം വെച്ചതിന് തുല്യമായി ജനം നിൽക്കുകയാണ്. പിടിക്കപ്പെട്ട ജനം. പക്ഷെ പ്രിയരെ, പ്രവാസം എന്ന് നിൽക്കത്തില്ല കേട്ടോ. പ്രവാസത്തിനൊരു കാലാവധിയുണ്ട്. 70 സംവത്സരം കഴിഞ്ഞപ്പോൾ ആ പ്രവാസത്തെ തമ്പുരാൻ പറഞ്ഞതുപോലെ പൊട്ടിച്ചെറിഞ്ഞു ജനത്തെ മടക്കി കൊണ്ടുവരുന്നു. നീ കരഞ്ഞതിന് റിസൾട്ടുണ്ട്. മുൻകാലങ്ങൾ ഓർത്ത് അന്ന് അനുഭവിച്ച ദൈവിക സന്തോഷം, ദൈവപ്രവൃത്തി, പ്രാർത്ഥനയുടെ ആഴം, ആരാധനയുടെ സന്തോഷം, അതൊക്കെ ഇനി തിരികെ കിട്ടുമോ? സ്വസ്ഥത തിരികെ കിട്ടുമോ? നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരുമോ? ദൈവപ്രവൃത്തി ഇനി കാണാൻ പറ്റുമോ? സാധ്യതകൾ അസ്തമിച്ചോ? അതോ ഇവിടെ ഒതുങ്ങുമോ? ഇവിടെ ഒറ്റപ്പെടുമോ? ഇതിൽ നിന്നൊരു മോചനമുണ്ടാകുമോ എന്ന് ചിന്തിക്കുമ്പോൾ വചനം പറയുന്നു, ഈ പ്രവാസം പൊട്ടും. പ്രൈസ് ദി ലോർഡ്. ആ കരച്ചിലിന് ഒരു സന്തോഷം ഉണ്ടാകാൻ പോകുക. ആ വിലാപം നൃത്തമാകാൻ പോകുക. നീ ഇരുന്ന് കരയുന്ന കരച്ചിൽ ദൈവം കണ്ടിട്ടുണ്ട്. കരയുന്നവൻ. അതുകൊണ്ടാണ് 126 സങ്കീർത്തനം പറയുന്നത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ. യാഥാർത്ഥ്യമാണോ ഇത് എന്ന് വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ ഒരു ദൈവപ്രവൃത്തി. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും, നാവിന്മേലാർപ്പും നിറഞ്ഞു. എൻ്റെ അവസാനം പറയുന്നു, കണ്ണുനീരോടെ വിതച്ചത് ആർപ്പോടെ കൊയ്യത്തക്ക രീതി കരയുകയാണ്. കഴിഞ്ഞ മിനിറ്റ് വരെ നീ പലതും ഓർത്ത് കരഞ്ഞില്ലേ? മുൻകാലങ്ങൾ ഓർത്ത് കരഞ്ഞില്ലേ? നഷ്ടപ്പെട്ട ദൈവപ്രവർത്തിയുടെ ആരംഭ സമയങ്ങൾ നീ അനുഭവിച്ച ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ ഓർത്ത് കരഞ്ഞില്ലേ? ഇപ്പോഴനുഭവിക്കുന്ന ചില സ്ട്രെയിനുകളും സ്ട്രഗിളുകളും ഓർത്ത ദൈവമേ എന്ത് ചെയ്യും? പലരും ചോദിക്കുക, നീ ഒന്ന് പാട്ടുപാട്, നീ ഒന്ന് പ്രാർത്ഥിക്കുക. അടുത്ത വാക്യമൊക്കെ എഴുതിയിരിക്കുന്നത്. അവരുടെ മൈൻഡ് ഇടിഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രവാസം കഴിയുമ്പോൾ അവർ പാടും, അവർ ദൈവത്തിന് സ്തോത്രം ചെയ്യും. മടക്കി കൊണ്ടുവരുന്ന ദൈവം, സിയോന്റെ പ്രവാസികളെ മടക്കി കൊണ്ടുവന്ന ദൈവം, കൽദയ ശക്തികളെ പൊട്ടിച്ച ദൈവം, അടിമച്ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ച യഥാസ്ഥാനപ്പെടുത്തി എത്തിക്കേണ്ടിടത്ത് എത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിറങ്ങുകയാ. എത്ര പേർ കരയുന്നുണ്ട്, ഇതിൽ നിന്നൊരു മോചനം എനിക്ക് വേണം, ഞാൻ അനുഭവിച്ച സ്വസ്ഥത എനിക്ക് വേണം, എനിക്ക് ആ ദൈവിക സമാധാനം വേണം. അസ്വസ്ഥമാക്കുന്ന മണ്ഡലങ്ങൾ പൊട്ടണം. നിന്റെ കുടുംബജീവിതത്തെ അസ്വസ്ഥമാക്കുന്ന, തലമുറയുടെ വിഷയത്തെ അസ്വസ്ഥമാക്കുന്ന, നിന്റെ ശരീരത്തെ അസ്വസ്ഥമാക്കുന്ന, നാളുകളായ അസമാധാനം കൊണ്ടുവന്ന, ബലം നഷ്ടപ്പെടുത്തി കരയാൻ മാത്രം ഞാൻ വിധിക്കപ്പെട്ടതാണോ എന്നെനിക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയും. എല്ലാം ഉണ്ടെന്ന് പുറത്ത് തോന്നിയാലും നിന്റെ അകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ട് എത്ര ദിവസമായി. പക്ഷെ തമ്പുരാൻ പറയുന്നു, പ്രവാസം തീരുന്നു, ദൈവമഹത്വം ഇറങ്ങുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ വരികയാ. യേശുവിൻ്റെ നാമത്തിൽ ഏത് കൽദയ ശക്തികളെയും പൊട്ടിച്ച്
അതിൻ്റെ വ്യാപാരങ്ങളെ തകർത്ത് വാഗ്ദത്തമുള്ളവനെ എത്തിക്കേണ്ട അടുത്ത് എത്തിക്കുമ്പോൾ നീ സന്തോഷിക്കാൻ പോകുക. നീ ആർപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ പിന്നെ കണ്ണുനീരില്ല കേട്ടോ. ആർപ്പോടെ ദൈവത്തെ സ്തുതിച്ചു. വായിൽ ചിരി വന്നു. ചിരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. പുറത്താളുകളെ കാണുമ്പോൾ നീ ചിരിക്കാറുണ്ട് എന്ന് വെച്ചാൽ അതൊരു പ്രകടനമാണ്. നിന്റെ അകം പിങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്രവാസം കഴിഞ്ഞ് വിടുതലിലേക്ക് വരുമ്പോൾ, സൗഖ്യത്തിലേക്ക് വരുമ്പോൾ, ദൈവപ്രവൃത്തി കാണുമ്പോൾ നിന്റെ ചിരി ഒരാർപ്പായി മാറാൻ പോകുകയാണ്. സ്വപ്നം കാണുന്നത് പോലെ ചില ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും തലമുറയുടെ മേലും ശരീരത്തിൻ്റെ മേലും വെളിപ്പെടുത്താൻ കഴിവുള്ളവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ധൈര്യത്തോടെ പറ, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ കരുന്നില്ല, ഞങ്ങൾ സന്തോഷിച്ചു. പ്രവാസത്തെ തകർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്തോ. ഒരു മടങ്ങി വരവുണ്ട് കേട്ടോ. എവിടെയൊക്കെ വേദനിക്കുന്നോ ആ പഴയ അനുഭവത്തിലേക്ക് പറകത്താവെ. അന്നത്തെ അഭിഷേകം, അന്നത്തെ പ്രാർത്ഥന, പഴയ കൃപാവരങ്ങൾ, ആരാധന അതിൽ നിന്ന് മടക്കി തരണമേ. നഷ്ടപ്പെട്ടത്, ഒതുക്കപ്പെട്ടത്, മങ്ങിപ്പോയത് ഒക്കെ ഒന്ന് തിരിച്ചു തരണമേ. ആ പഴയ സന്തോഷം ഞങ്ങൾക്ക് ഒന്ന് തരണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. യേശുവിൻ്റെ നാമത്തിൽ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നദീ തീരത്തിരുന്ന് കരഞ്ഞവരെ ദൈവം മറന്നു കളഞ്ഞില്ല. അവരെ ഓർത്ത ദൈവം, അവരെ പുറപ്പെടുവിച്ച ദൈവം, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം ഇന്ന് ഞങ്ങളുടെ ദൈവമാകിയാൽ പ്രവാസം മാറുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ അവിടെ ഞങ്ങളെ ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ പ്രവാസം തീരാൻ പോകുകയാണ്. ഇപ്പോഴനുഭവിക്കുന്ന ചില വിഷയങ്ങളെ തമ്പുരാൻ എടുത്ത് മാറ്റാൻ പോകുകയാണ്. സ്വസ്ഥതയിലേക്ക് ദൈവം കൊണ്ടുവരും. ദൈവിക സമാധാനം നിങ്ങളുടെ അകത്ത് വ്യാപരിക്കും. ഒരു ശക്തിക്ക് നിങ്ങളെ പിടിച്ചൊതുക്കാൻ പറ്റില്ല. മനുഷ്യമായ ആളുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് അനുഭവിക്കുന്ന വേദനയുടെ ആഴം അറിയില്ല. പ്രവാസം അനുഭവിക്കുന്നത് പോലെ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതുപോലെ, സമാധാനം നഷ്ടപ്പെട്ടതുപോലെ, സ്വസ്ഥത നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്നത് കാണുന്ന ഒരുവൻ പറയുന്നു അത് തീരാൻ പോകുക. ദൈവത്തിൻ്റെ കാര്യം ഇറങ്ങാൻ പോകുക. സ്വപ്നം കാണുന്ന പോലെ ഒരു വീട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വ്യാപരിക്കുക. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.